അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഒരു മോട്ടർ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് നോക്കാൻ വന്നിട്ട് ഞങ്ങൾ മോട്ടറിന് പ്രശ്നമുണ്ട്, അതായത് വെള്ളം കയറണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കാൻ വന്നതാണ്. മോട്ടർ ഓണാക്കി ക്ലാമ്പ് അടിച്ച് നോക്കി, മോട്ടറിന് യാതൊരു കുഴപ്പമില്ല, മോട്ടറെല്ലാം വർക്കിംഗ് ആണ്. അപ്പോൾ അത് മാത്രമല്ല കേട്ടോ, ഇതിൽ ഇവിടെ വേറെ പ്രശ്നം കൂടിയുണ്ട്. കറണ്ട് ബില്ല് കൂടുതലാണെന്നുള്ള 2-3 പ്രാവശ്യമായിട്ട് കറണ്ട് ബില്ല് കൂടുതലാണെന്നുള്ളൊരു വിഷയം കൂടി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ വന്നിട്ട് ഈ ഇവിടുത്തെ വയറിങ്ങും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെക്ക് ചെയ്തതാണ്. വയറിങ്ങിന് യാതൊരു കുഴപ്പമില്ല എന്നുള്ളത് ഞങ്ങൾ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. വയറിങ്ങിൻ്റെ പ്രശ്നമില്ല എന്നുള്ളത്. അപ്പോൾ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കലുണ്ടെന്ന് ചോദിച്ചു. ഇൻഡക്ഷൻ കുക്കറില്ല. അതുപോലെ തന്നെ മോട്ടർ എത്ര സമയം ഇടലുണ്ട്, പിന്നെ കോയിൽ കിണറായതുകൊണ്ട് തന്നെ മോട്ടർ എത്ര സമയം ഇടലുണ്ട് നിങ്ങൾ ചോദിച്ചു. മോട്ടർ ഒരു നേരം ഇടലുള്ളൂ, 1 ലിറ്ററിന് ഒരു ടൈം ഇടലുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഈ കംപ്ലയിൻറ്റ് നോക്കിയപ്പോൾ ഉള്ള അവസ്ഥ, മോട്ടറിൻ്റെ ഒരു ഫോഴ്സ് കണ്ടുള്ളൂ. ഇപ്പോൾ മോട്ടർ ഓണാക്കിയുള്ള അവസ്ഥ ഇതാണ്. ടാങ്കൊക്കെയുള്ള ക്ലോസ് ചെയ്ത് പുറത്തേക്കുള്ള തുറന്നാണ് ഇപ്പോൾ ഇത്. അപ്പോൾ എന്താ അവസ്ഥ പറഞ്ഞാൽ ഫോഴ്സ് തീരെ ഇല്ല, വെള്ളം കുറവാണ് കിണറിൽ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ വെള്ളം 1 മണിക്കൂറാവും എന്നാണ് പറഞ്ഞത്. 1000 ലിറ്റർ ടാങ്ക് എല്ലാവരും പറയുമ്പോൾ 1000 ലിറ്റർ ടാങ്ക് ഒരു നേരം ഇടലുള്ളൂ. ഒരു നേരം എത്ര സമയം വെച്ചിട്ടാണ് ടാങ്ക് നിറയണമെന്നുള്ളവരും പറയില്ല. അപ്പോൾ ഈ 1 മണിക്കൂർ 1.5 HP മോട്ടർ ഓടിയാൽ എത്ര വൈദ്യുതി നമുക്ക് ചിലവാകുന്നുള്ളതെന്ന് ചിന്തിക്കുക.